ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 7 ജില്ലകളിൽ ആകെ 70.92% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 74.56%. കുറവ് പത്തനംതിട്ടയിൽ 66.78%. 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിവരെ നീണ്ടു. തിരുവനന്തപുരം ജില്ലയിൽ 67.42%, കൊല്ലം ജില്ലയിൽ 70.19% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴയിൽ 73.75%, കോട്ടയത്ത് 70.83%, ഇടുക്കിയിൽ 71.53% എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ പോളിംഗ്. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. കേരളത്തിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,000-ലധികം വാർഡുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകൾക്ക് പുറമെ 39 നഗരസഭകളിലും 471 ഗ്രാമപഞ്ചായത്തുകളിലും 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 7 ജില്ലാ പഞ്ചായത്തുകളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,408 വാർഡുകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മറ്റന്നാൾ അവധിയാണ്. കേന്ദ്ര ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ മതിയായ സൗകര്യം ഒരുക്കാനും നിർദ്ദേശമുണ്ട്. ഈ മാസം 13-നാണ് വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സഹകരിച്ച മുഴുവൻ സമ്മതിദായകർക്കും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ. ഷാജഹാൻ നന്ദി അറിയിച്ചു. അതോടൊപ്പം വോട്ടെടുപ്പ് സുഗമമാക്കാൻ പ്രയത്നിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും കമ്മീഷൻ നന്ദി അറിയിച്ചു. രണ്ടാം ഘട്ടത്തിലും എല്ലാവരുടെയും സഹകരണം കമ്മീഷണർ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് 3 ഇടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. മലപ്പുറം പായിപ്പാടം, തിരുവനന്തപുരം വിഴിഞ്ഞം, എറണാകുളം പാമ്പാക്കുട എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി സംബന്ധിച്ച് പിന്നീട് വിജ്ഞാപനമിറക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ 67.42% പോളിംഗ് രേഖപ്പെടുത്തി. 19,63,684 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കോർപ്പറേഷനിൽ 58.24% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മുനിസിപ്പാലിറ്റിയിൽ നെയ്യാറ്റിൻകരയാണ് കൂടുതൽ പോളിംഗ് നടന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 66.78% പോളിംഗ് രേഖപ്പെടുത്തി. 7,09,695 പേരാണ് വോട്ട് ചെയ്തത്. അടൂർ നഗരസഭയിൽ 64%, പത്തനംതിട്ട നഗരസഭയിൽ 67.87%, തിരുവല്ലയിൽ 60.83%, പന്തളത്ത് 71.28% എന്നിങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇടുക്കി ജില്ലയിൽ നിലവിലെ കണക്കനുസരിച്ച് 6,54,070 പേർ വോട്ട് രേഖപ്പെടുത്തി. തൊടുപുഴ നഗരസഭയിൽ 79.17%, കട്ടപ്പനയിൽ 70.67% പോളിംഗ്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അമ്പലക്കടവ് വാർഡിലെ 1-ാം പോളിംഗ് ബൂത്തായ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മറ്റന്നാൾ റീപോളിംഗ് നടത്തും. വോട്ടിംഗ് മെഷീനിലെ തകരാർ മൂലം ഇന്ന് വോട്ടെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിവസമായ മറ്റന്നാൾ റീപോളിംഗ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. വോട്ട് ചെയ്യുന്നതിനുള്ള തിരിച്ചറിയൽ രേഖയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജീവനക്കാർക്ക് നൽകുന്ന ഓഫീസ് ID കാർഡും ഉപയോഗിക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രവാസി വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനുകളിൽ നേരിട്ട് ഹാജരായി പാസ്പോർട്ടിന്റെ ഒറിജിനൽ കാണിക്കേണ്ടതാണ്. SIR സമയക്രമം 2 ആഴ്ച കൂടി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം നിരസിച്ച് സുപ്രീം കോടതി. ഡിസംബർ 18 വരെയാണ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്കുള്ള നിലവിലെ സമയപരിധി. 18-ന് ശേഷം ഇക്കാര്യം കോടതി വീണ്ടും പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സമയപരിധി വീണ്ടും നീട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും ചില രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഗ്ലോബൽ AI ഷോ 2025-ന് അബുദാബി ആതിഥേയത്വം വഹിക്കും. ആക്സിലറേറ്റിംഗ് ഇന്റലിജന്റ് ഫ്യൂച്ചർ എന്ന പ്രമേയത്തിലാണ് ഗ്ലോബൽ ഷോ സംഘടിപ്പിക്കുന്നത്. സാങ്കേതിക പ്രവർത്തകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ, വ്യവസായ പങ്കാളികൾ എന്നിവർ പരിപാടിയുടെ ഭാഗമാകും. ഇന്ത്യക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 19 ഓവറിൽ 6 വിക്കറ്റിന് 163 റൺസ് എടുത്തിട്ടുണ്ട്. കട്ടക്കിലെ ബരാബതി സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ 5 മത്സരങ്ങളാണുള്ളത്. കഴിഞ്ഞ മാസം നടന്ന ഡൽഹി ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ജമ്മുകാശ്മീരിലെ ബരാമുള്ള സ്വദേശിയായ ബിലാൽ നസീർ മല്ലയാണ് അറസ്റ്റിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ 7 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.